പൂവനെയാണോ കാണാതായത്? എന്നാ നീ പേടിക്കണ്ട. അവൻ രാവിലെ ഞങ്ങളുടെ തൊഴുത്തിന്റെ പുറകെ ചിക്കുന്നുണ്ടായിരുന്നു. അവനവിടെ പോവാനാ? ആ വീടിന് മുന്നിൽ കാണും. ഞാൻ അവനെ നന്നായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. അവൻ ഇനി ഒരു ചീത്ത പണിക്കും പോകത്തില്ല. മിടുക്കനാണ് അവൻ. പൂവനെയൊന്നും അല്ലേ. പിന്നെ മുട്ടൻ കാരണവരെ താൻ പൂവനെ വല്ലാണ്ടങ്ങ് പുണ്യാളനാക്കണ്ട. തന്റെയൊക്കെ കൂടെ കൂടി അന്ന് മുതലാ എന്റെ പൂവൻ വഷളായി തുടങ്ങിയത്. പൂവന്റെ വക്കാലത്തായിട്ട് വന്നേക്കാണ് കാരണവര്. ആഹാ, അവനിക്ക് വയർ ഫുള്ളാ കിടച്ചാച്ച്, മുട്ടന് ഫുള്ളാ കിടച്ചാച്ച്. അവളുടെ കിട്ടി. ഇനി ഇവിടെ വന്നിട്ട് എന്റെ വക കൂടി കൊടുക്കാനുണ്ട് അയാൾക്ക്. അയാളുടെ ഒരു പെടമോളി വിളി എനിക്ക് ചോറിന് കേറണം എനിക്ക്. എടാവേ, നമ്മൾ ഇവരെ സഹായിക്കാൻ വന്നതാണ്, ഇവരുടെ വായിരിക്കണ കേൾക്കാൻ വന്നതാണ്. എടോ, താനൊന്നും മിണ്ടാതിരിക്കും. ഞാൻ ചോദിക്കാം. ഞാനാണ് ഈ വീടും തൊഴുത്തും ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള എല്ലാ വസ്തുവകളുടെയും സൂക്ഷിപ്പുകാരൻ ഞാനാണ്. ആണല്ലോ. അതിന്റെയൊക്കെ ചുമതല എനിക്കാണ്. ഞാൻ ചോദിച്ച് പരിഹാരം കണ്ടെത്താം. താൻ നോക്കിക്കോ. എന്റെ അമ്മാവനെ പഴയ ഡോഗ് സ്ക്വാഡിലുണ്ടായിരുന്നവനാ. ചില വിദ്യകളൊക്കെ എനിക്കും അറിയാം. കോഴിപ്പെങ്ങളെ പറ, എന്താണ് ഈ കൂട്ടിനകത്തുനിന്ന് കാണാതായത്? എന്താണേലും പറഞ്ഞോ. ഈ ഡോഗ്, ദ വാച്ച് ഡോഗ് കണ്ടെത്തിക്കൊണ്ടുവരും. ഇല്ലെങ്കിൽ എന്റെ പേര് അല്ലത് വേണ്ട, എന്റെ സ്വന്തം കയ്യിൽ നിന്ന് ഞാൻ തരും. ഇതെന്റെ വാക്കാണ്. ഇനി പറ, എന്താണ് കാണാതെ പോയത്? എന്റെ 3 മുട്ടയാണ് കാണാതായത്. അയ്യോ, കൊടുക്കറ, എടുത്തു കൊടുക്കറ. അവൾക്ക് മുട്ട എടുത്ത് കൊടുക്കറ. അത് ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാണ്? അല്ല, നീ കയ്യിന്നോ മറ്റോ എടുത്തു കൊടുക്കാന്ന് വാക്കൊക്കെ കൊടുക്കണ്ടായിരുന്നല്ലേ? കൊടുക്കണില്ലേ ഇപ്പൊ? ഒന്ന് മൂടോടുന്നു. ഇവിടെ ഹണിമൂൺ പോലും കഴിഞ്ഞിട്ടില്ല. ഓക്കെ. എപ്പോഴാണ് ഈ മുട്ട കാണാതായത്? ഈ മുട്ട കാണാതായത് ആദ്യം കണ്ടതാരാണ്? പറയൂ. ഇത് എന്ത് കിഴങ്ങാണ് ഇവൻ ചോദിക്കണത്? ഞാൻ ഈ മുട്ട രാവിലെ സേഫായി വെച്ചതാ. എന്നിട്ട് ഇന്നലത്തെ ഇച്ചിരി പുഴുക്കലരിയുന്നത് ഞാനൊന്ന് തിന്നാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയി. ഞാൻ ഈ മൂദേവിയോട് പറഞ്ഞതാ, ഒന്ന് നോക്കണേ എന്റെ മുട്ടയെന്നോ, എന്റെ മുട്ട ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറഞ്ഞതാ. നോക്കിയില്ല അവള്. എന്റെ ദൈവമേ, ഏത് സമയത്താണോ എനിക്ക് ആ പുഴുക്കലില് തിന്നാൻ പോവാൻ തോന്നിയത്. എന്റെ മുട്ടേ. ഓ പിന്നെ അവളുടെ മുട്ട നോക്കിയിരിപ്പല്ലേ എന്റെ പണി. അവനവന്റെ മുട്ട അവനവൻ നോക്കണം. അതാ കോഴി പ്രമാണം.